ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബഹുത് ദിനോ കെ ബാദ് എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ കവിതയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കവിതയാണിത്. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന കവിതയാണ്. ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് എന്താണ് പ്രകൃതി സെ പ്യാർ അല്ലെങ്കിൽ ശഹരീകരണം കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് കാണാൻ കഴിയുന്ന. ഈ കവിത എഴുതിയത് നാഗാർജുനാണ്. അപ്പോൾ ഇതൊരു രചനയാകുമ്പം അത് ഏത് കാറ്റഗറിയിൽ വരുന്നു, അതായത് വിധ ഏതാണെന്ന് ചോദിച്ചാൽ കവിത, രചയിത അല്ലെങ്കിൽ കവി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഗാർജുൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നാഗാർജുനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. സ്ക്രോൾ ചെയ്തു. ഓക്കെ, എത്തി. നാഗാർജുൻ ഹിന്ദി के प्रगतिशील साहित्यकार नागार्जुन का जन्म बिहार के दरभंगा में हुआ. അപ്പോൾ അദ്ദേഹം ജനിച്ചത് ബീഹാറിലാണ്. ഉൻക മൂൽ നാം വൈദ്യനാഥ് മിശ്ര. അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള പേര് വൈദ്യനാഥ് മിശ്ര എന്നാണ്. നാഗാർജുൻ എന്ന് പറയുന്ന ഒരു തൂലികാനാമമാണ്. ഉन्होंने मैथिली बंगला तथा संस्कृत में भी रचनाएं की है. ഹിന്ദി കൂടാതെ മൈഥിലി, ബംഗ്ല, സംസ്കൃത് ഇവയിലൊക്കെ രചനകൾ എഴുതിയിട്ടുണ്ട്. സതരംഗെ പങ്കോംവാലി, രതിനാഥ് കി ചാച്ചി, ബൽച്ചന്മ, വരുൺ കെ ബേട്ട ആദ്യ എനിക്ക് പ്രമുഖ രചനായ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ. ഇനി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളാണെങ്കിൽ ഭാരതി സമ്മാൻ, സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിവയൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് കവിതയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ നേച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കി തരുന്ന ഒരു കവിതയാണിത്. ഓക്കെ, നമുക്കിപ്പോൾ പിക്ചറിൽ തന്നെ അറിയാം ഒരു ഗ്രാമത്തിൻ്റെ ഒരു കൊയ്ത്തൊക്കെയുള്ള ഒരു പാടമൊക്കെ അതിനകത്ത് കാണുന്നുണ്ട്. അതായത് വർഷങ്ങൾക്ക് ശേഷം കവി തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എന്തൊക്കെയാണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് ഈ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് അദ്ദേഹത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് എന്തൊക്കെയാണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു കവിതയാണ് ബഹുത് ദിനോ കെ ബാദ്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം. കവിത സ്റ്റാർട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ്. ബഹുത് ദിനോ കെ ബാദ് അബ്കി മേനെ ജീഭർ ദേഖി പക്കി സുനഹലി ഫസലോं की മുസ്കാൻ ബഹുത് ദിനോ കെ ബാദ്. ബഹുത് ദിനോ കെ ബാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ദിവസങ്ങൾ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷം എന്ന ഒരു മീനിങ് ആണ്. ഓക്കെ, അബ്കി മേനെ ജീബർ ദേഖി, ദേഖന എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുക. പക്കി സുനഹലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ, പക്കി സുനഹലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളഞ്ഞു നിൽക്കുന്ന, ഫസൽ വിളവ്, ഇതൊക്കെയാണ് അതിൻ്റെ മീനിങ്. അതായത് കവി പറയുകയാണ് വളരെ നാളുകൾക്ക് ശേഷം ഞാൻ കണ്ടു അല്ലെങ്കിൽ എനിക്ക് കാണാൻ പറ്റി. എന്താണ് അദ്ദേഹം കണ്ടത്? പക്കി സുനഹലി ഫസലോं की മുസ്കാൻ, എന്താണ് വിളഞ്ഞു നിൽക്കുന്ന സ്വർണ്ണവർണ്ണത്തിലുള്ള ആ ഒരു ധാന്യം. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് ചിരിക്കുന്നതായിട്ട് തോന്നി. അതാണ് അദ്ദേഹം കണ്ണുകൊണ്ട് കണ്ടത്. അപ്പോൾ എന്താണ് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് എന്താണോ അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് എന്ത് അനുഭൂതിയാണോ അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് അതാണ് ഈ കവിതയിൽ പറഞ്ഞത്. അപ്പം ഈ കവിതയിൽ മൊത്തം നോക്കുമ്പോൾ ഒരു 6 പാരഗ്രാഫ് അല്ലെങ്കിൽ 6 സ്റ്റാൻസ ഉണ്ട്. അതിൽ 5 എണ്ണം പഞ്ചേന്ദ്രിയങ്ങൾ 5നെയും കുറിച്ചാണ്. 6ാമത്തെ ഒരു കൺക്ലൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റിലത്തെ വരുന്ന ആഖ് അല്ലെങ്കിൽ കണ്ണുകൊണ്ട് എന്താണ് അദ്ദേഹം കണ്ടത്? അപ്പോൾ എന്താണ് കണ്ടത്? പക്കി സുനൈലി ഫസലോं की മുസ്കാൻ, സ്വർണ്ണവർണ്ണത്തിലുള്ള ആ വിളവാണ് അദ്ദേഹം കണ്ടത്. അത് പുഞ്ചിരിക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതിനകത്ത് സൈഡിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസലോं की മുസ്കാൻ സെ ക്യാ താത്പര്യ ഹെ. ഫസലോं की മുസ്കാൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫസലോं की മുസ്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളഞ്ഞു നിൽക്കുന്ന അതെന്താണ് സ്വർണ്ണ വർണ്ണത്തിലുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് അദ്ദേഹം മനസ്സിൽ വളരെ സന്തോഷിച്ചു. കാരണം വളരെ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഇത് കാണാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ വിളഞ്ഞു നിൽക്കുന്ന ആ സ്വർണ്ണവർണ്ണത്തിലുള്ള ആ വിളവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ആണ് ബഹുത് ദിനോ കെ ബാദ് അബ്കി മേ ജീബർ സുൻ പായ. അപ്പോൾ എന്താണ് അവിടെ കാൻ അല്ലെങ്കിൽ ചെവി കൊണ്ട് എന്താണ് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞത് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബഹുത് ദിനോ കെ ബാദ് അബ്കി മേ ജീഭർ സുൻ പായ, വളരെ ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സ് നിറഞ്ഞ് കേൾക്കാൻ പറ്റി. ജീഭർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ് നിറഞ്ഞു എന്നാണ്. ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൻ, ഭർൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറഞ്ഞു. ദാൻ കൂട്ടി കിശോരിയോं की കോകിൽ കണ്ടി താൻ. ഇനി എന്താണ് അദ്ദേഹം കേട്ടത്? ദാൻ കൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ല് കുത്തുന്ന, കിശോരി എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്യകയായിട്ടുള്ള പെൺകുട്ടി, കോകിൽ കണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതി മധുരമായ അല്ലെങ്കിൽ കുയിലിന് സമാനമായ നാദം. അതാണ് താൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദം.
ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിന് വളരെ നാളുകൾക്ക് ശേഷം കേൾക്കാൻ പറ്റി. എന്ത് കേൾക്കാൻ പറ്റി? നെല്ല് കുത്തുന്ന കന്യകമാരായ പെൺകുട്ടികളുടെ ശ്രുതിമധുരമായ ശബ്ദം വളരെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റി. അപ്പോൾ ആ സ്റ്റാൻസ എൻഡ് ചെയ്യുന്ന ബഹുത് ദിനോ കെ ബാദ് എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അത് വളരെ നാളുകൾക്ക് ശേഷം. ഓക്കെ, അതാണ് അതിനകത്തുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസയിലേക്ക് പോകാം. ബഹുത് ദിനോ കെ ബാദ് അബ്കി मैंने जी भर सूंघे मौलसरी के ढेर ढेर से तासे टटके फूल. बहुत दिनों के बाद. ഓക്കെ, എന്താണ് ബഹുത് ദിനോ കെ ബാദ് അബ്കി मैंने जी भर सूंघे, അതായത് വളരെ നാളുകൾക്ക് ശേഷം എനിക്ക് മനസ്സ് നിറഞ്ഞ് സ്മെല്ല് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ മണക്കാൻ പറ്റി. സൂങ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ല് ചെയ്യുക, മണക്കുക എന്നൊക്കെയാണ് അദ്ദേഹത്തിന് മീനിങ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹം സ്മെല്ല് ചെയ്തത്? മൗൽസിരി കെ ഢേർ ഢേർ സെ താസെ ടട്കെ ഫൂൽ. മൗൽസിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലഞ്ഞിയാണ്. ഇലഞ്ഞിയുടെ ഢേർ ഢേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി നിൽക്കുന്ന, താസെ ടട്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള പൂവ്. അതായത് വളരെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് ഇലഞ്ഞി കൂടി നിൽക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ഇലഞ്ഞി പൂക്കളെ സ്മെല്ല് ചെയ്യാൻ പറ്റി. ബഹുത് ദിനോ കെ ബാദ്, വളരെ നാളുകൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടാണ് ആ സ്റ്റാൻസ് തീരുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ബഹുത് ദിനോ കെ ബാദ് അബ്കി മേ ജി ഭർ ഛൂ പായ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നാളുകൾക്ക് ശേഷം, ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സ് നിറഞ്ഞ് ടച്ച് ചെയ്യാൻ പറ്റി. എന്താണ് അദ്ദേഹം സ്പർശിച്ചത്? ഇനി അതാണ് അവിടെ വരുന്നത്. അപ്നി ഗവൈ പകടണ്ടിക്ക് ചന്ദൻ വർണ്ണി ധൂൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമത്തിലെ, പകടണ്ടി മീൻസ് ഒറ്റയടി പാത, ചന്ദൻ വർണ്ണി ധൂൽ എന്ന് വെച്ചാൽ ചന്ദന നിറത്തിലുള്ള ആ പൊടി. അതായത് വളരെ നാളുകൾക്ക് ശേഷം അദ്ദേഹം ഗ്രാമത്തിലേക്ക് മടങ്ങി വരുന്നു. അപ്പോൾ ഗ്രാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്ഡ് അല്ല, അപ്പോൾ മണ്ണുള്ള വഴിയാണ്. അപ്പോൾ ആ ഒരു അതിൽ നടന്നു പോകുമ്പോൾ ആ മണ്ണ്, ആ പൊടിയൊക്കെ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് പറ്റി. ഓക്കെ, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു പൊടി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ സ്പർശിച്ചു. അതുവഴി അദ്ദേഹത്തിന് വളരെ നാളുകൾക്ക് ശേഷം ആ ഒരു ഗ്രാമത്തിൻ്റെ ആ ഒരു സ്പർശം, അല്ലെങ്കിൽ ആ ഒരു മണ്ണ്, അല്ലെങ്കിൽ ആ ഒരു പൊടി എക്സ്പീരിയൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതായത് മീനിങ് ഇതാണ്: വളരെ നാളുകൾക്ക് ശേഷം എനിക്ക് മനസ്സ് നിറഞ്ഞ് ടച്ച് ചെയ്യാൻ പറ്റി. തൻ്റെ ഗ്രാമത്തിലെ ഒറ്റയടി പാതയിലെ ആ ചന്ദന വർണ്ണത്തിലുള്ള പൊടി. ബഹുത് ദിനോ കെ ബാദ്, വളരെ നാളുകൾക്ക് ശേഷം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗവൈ പകടണ്ടിക്ക് ചന്ദൻ വർണ്ണി ധൂൽ യഹാം കവി കാ കോൺസാ ചിത്ര പ്രകട് ഹോത്താ ഹെ, യഹാം ഗാവ് കാ കോൺസാ ചിത്ര പ്രകട് ഹോത്താ എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാമം ഒത്തിരി ഡെവലപ്ഡ് ഒന്നുമല്ല. ഓക്കെ, ആ ഒരു പഴയ രീതി തന്നെയാണ് അവിടെ തുടരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലെ റോഡുകൾ ഡെവലപ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റോഡിൽ പൊടിയുണ്ട്. നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ പറ്റും. ഓക്കെ, പൊടിയൊക്കെയുള്ള ഒത്തിരി മണ്ണിട്ട വഴിയിലൂടെ നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മുടെ ദേഹത്തും മണ്ണാവും. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് ആണ് ബഹുത് ദിനോ കെ ബാദ് അബ്കി മേ ജി ഭർ താലം ഖാന ഖായ ഗന്നെ ചൂസെ ജി ഭർ ബഹുത് ദിനോ കെ ബാദ്. ഇവിടെ സ്വാദിന് അല്ലെങ്കിൽ ജീഫ്, അതുകൊണ്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ. സ്വാദ് കി അനുഭൂതിയാണ് ഇവിടെ കവി പറഞ്ഞിട്ടുള്ളത്. അതായത് വളരെ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് മനസ്സ് നിറഞ്ഞ് താലം ഖാന കഴിക്കാൻ പറ്റി. താലം ഖാന എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരു ഔഷധ ചെടിയാണ്. അത് അദ്ദേഹത്തിന് അതുകൊണ്ടുള്ള ഭക്ഷണം അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റി. ഗന്നെ ചൂസെ ജീബർ, ഗന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമ്പ് എന്നാണ് അതിൻ്റെ മീനിങ്. അതുപോലെ തന്നെ മനസ്സ് നിറഞ്ഞ് ആ കരിമ്പ് വലിച്ചു കുടിക്കുന്ന അതിനെയാണ് ഗന്ന ചൂസ്ന എന്ന് പറയുന്നത്. ഓക്കെ, അത് അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. വീണ്ടും സ്റ്റാൻസ എൻഡ് ചെയ്യുന്ന ബഹുത് ദിനോ കെ ബാദ്, വളരെ ദിവസങ്ങൾക്ക് ശേഷം, വളരെ നാളുകൾക്ക് ശേഷം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാൻസയിൽ അദ്ദേഹം സ്വാദിൻ്റെ അനുഭൂതിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ 5 കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ലാസ്റ്റിലെ കൺക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുത് ദിനോ കെ ബാദ് അബ്കി മേനെ ജി ഭർ ഫോഗെ, എന്നത് വളരെ നാളുകൾക്ക് ശേഷം എനിക്ക് മനസ്സ് നിറഞ്ഞ് അനുഭവിക്കാൻ പറ്റി. ഗന്ധ രൂപ രസ ശബ്ദ സ്പർശ സബ് സാത് സാത് ഇസ് ഫൂപ്പർ. അതായത് ഗന്ധം, രൂപം, രസ, ശബ്ദ, സ്പർശ, ഇതൊക്കെ അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ അനുഭവിക്കാൻ പറ്റി.
ഫൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധർത്തി അല്ലെങ്കിൽ ഭൂമി എന്നാണ് അതിൻ്റെ മീനിങ്. ബഹുദിനോക്കെ ബാദ് വളരെ നാളുകൾക്ക് ശേഷം. അതായത് അദ്ദേഹം തൻ്റെ ഗ്രാമത്തിലെത്തിയപ്പോഴാണ് വാസ്തവികം ശരിക്കുമുള്ള ജീവിതം എന്തെന്ന് അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു ലൈഫ് അദ്ദേഹം എൻജോയ് ചെയ്യുന്ന ഗ്രാമത്തിലെ ലൈഫാണ്. ഓക്കെ, അല്ലെങ്കിൽ വാസ്തവിക് ജീവൻ उन्हें कहाँ देखने के लिए मिलता है, गाँव में देखने के लिए मिलते हैं. तो शहर में ये सब कुछ नहीं. എന്താണ് ഈ പറഞ്ഞതൊന്നും തന്നെ പട്ടണങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് നാടുകളിലോ അദ്ദേഹത്തിന് കിട്ടില്ല. അദ്ദേഹത്തിന് സ്വന്തം ഗ്രാമത്തിൽ മാത്രമാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത്. അതാണ് കവി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരു റീക്യാപ്പ് പോവാം, അല്ലെങ്കിൽ ഇതിലെ മെയിനായിട്ടുള്ള കാര്യങ്ങളിലൂടെ പോവാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബഹുദിനോക്കെ ബാദ്, അല്ലെങ്കിൽ അദ്ദേഹം ആഖോങ്കി അനുഭൂതിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്താണ് കണ്ടത്? ആഖോസെ ക്യാ ദേഖ, ബാക്കി സുനൈലി ഫസലോങ്കി മുസ്കാൻ, ആ സ്വർണ്ണവർണ്ണത്തിലുള്ള വിളവുകൾ അദ്ദേഹം കണ്ടു. ഇനി രണ്ടാമത്തെ സ്റ്റാൻസയിൽ പോവുകയാണെങ്കിൽ കാൻ, അല്ലെങ്കിൽ കാനോങ്കി അനുഭൂതി, അല്ലെങ്കിൽ സുൻപായ, എന്താണ് അദ്ദേഹം കേട്ടത്? ദാൻ കൂർത്തി കിഷോരിയോങ്കി കോകിൽ കണ്ടി താൻ, അതായത് നെല്ല് കുത്തുന്ന പെൺകുട്ടികളുടെ ശ്രുതിമധുരമായ ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചു. മൂന്നാമത്തേതാണ് നാക്ക് കി അനുഭൂതി, അല്ലെങ്കിൽ സ്മെല്ല്. ഓക്കെ, അതാണ് അതിൽ മൗൽ ശരീക്കെ ഢേർ ഢേർ സെ താസെ ടട്കെ ഫൂൽ, ഇലഞ്ഞിയുടെ കൂടി നിൽക്കുന്ന ഇലഞ്ഞിയുടെ ഫ്രഷ് പൂക്കളിലെ സ്മെല്ല് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. നെക്സ്റ്റ് ആണ് നാലാമത്തെ എന്താണ്? സ്പർശിക്ക് അനുഭൂതിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജീവർ ചൂപ്പായ, എന്താണ് അദ്ദേഹം സ്പർശിച്ചത്? ഗവൈ പകടണ്ടിക്ക് ചന്ദൻ വർണ്ണി ധൂൽ, ഗ്രാമത്തിലെ ഒറ്റയടി പാതയിലെ ചന്ദന നിറത്തിലുള്ള ആ ഒരു പൊടി. ഓക്കെ, അത് അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് ആണ് ഇനി അദ്ദേഹം ജീഫ് കി അനുഭൂതി, അല്ലെങ്കിൽ സ്വാദ് കി അനുഭൂതി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ്? ജീവ് ഭർ താലം ഖാന ഖാനേക്കാ മോക്കാമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ താലം ഖാന എന്ന് പറയുന്ന ഔഷധച്ചെടി കഴിക്കാൻ, അതുകൊണ്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റി. പിന്നെ ഗന്നെ ചൂസെ ജീവർ, കരിമ്പ് കുടിക്കാൻ പറ്റി. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളുടെ ആ ഒരു ഇത് തീർന്നു. ലാസ്റ്റത്തെ കൺക്ലൂഷനിൽ അദ്ദേഹം പറയുന്നത് ഇതെല്ലാം അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി വളരെ നാളുകൾക്ക് ശേഷം. എവിടെ ചെന്നപ്പോൾ? തൻ്റെ സ്വന്തം ഗ്രാമത്തിൽ മടങ്ങി ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഇതൊക്കെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതെന്ന് കവി പറയുന്നു. അതോടുകൂടി നമ്മളുടെ കവിത അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്താണ്? कवि के अनुसार वास्तविक जीवन कहाँ देखने के लिए मिलते हैं? अपने गांव में ही देखने के लिए मिलते हैं. यही है कविता का सारांश. तो चलिए मिलते हैं नेक्स्ट वीडियो में, तब तक के लिए ओके बाय.